കോണിലായാൽ നാളികേരത്തിന്റെ നാട്ടിലെ നാഴിയിടങ്ങൈ മണ്ണിലേക്ക് ഓരോ നിമിഷവും ഓടിയെത്താൻ കൊതിക്കുന്നവനാണ് മലയാളി. പൂക്കളവും ഓണപ്പാട്ടും ഓണക്കാലവുമെല്ലാം മറുനാടൻ മലയാളികളെ സംബന്ധിച്ച് നാട്ടിലേക്ക് വലിച്ചടിപ്പിക്കുന്ന ഗൃഹാതുരതയാണ്. കുടമുല്ലപ്പൂ വേണം, കുടമാറ്റം കാണേണം, നാട്ടറയാൽ തണലിൽ ചെറുഗ്രാമം വേണം. 3 കൊല്ലങ്ങളായിട്ട് അല്ലേ ശരിക്കും ഈ ഓണത്തിന്റെ സമയത്തോടനുബന്ധിച്ച് നമ്മുടെ നാട്ടില് വലിയ പ്രളയക്കെടുതികൾ അല്ലെങ്കിൽ ഇത്തവണത്തെ വയനാടുകൾ അങ്ങനത്തെ ഓരോ സംഭവങ്ങൾ വരുന്നു. അപ്പൊ അതൊക്കെ ആണെങ്കിലും നമ്മൾ സന്തോഷമായിട്ട് മുന്നോട്ട് പോവുക, കഷ്ടതകളൊക്കെ മറന്ന് നമ്മൾ ചിരി, എല്ലാവരുടെയും മുഖത്ത് ചിരി തിരിച്ചു വരിക, ഈ ഒരു കോൺസെപ്റ്റ് ഒക്കെയാണ്. അപ്പൊ ആ വേണം എന്നുള്ള വാക്കിന് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് കൂടി ഉണ്ട്. നമുക്കിതെല്ലാം തിരിച്ചു വരണം, ഓണത്തിന്റെ ഓരോ സെലിബ്രേഷൻസ് തിരിച്ചു വരണം. ഞങ്ങളൊക്കെ വർഷങ്ങളായിട്ട് നാട് വിട്ട് എന്ന് തന്നെ പറയാം, ബാംഗ്ലൂരിൽ വന്ന് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾ മാത്രമല്ല, ഇപ്പോൾ ചെന്നൈയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, കേരളം വിട്ട് ഗൾഫിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, പുറത്ത് UK-ലൊക്കെ വർക്ക്. അപ്പോൾ ഇവർക്ക് എല്ലാ ആൾക്കാർക്കും നമ്മളൊരു ജനറേഷന് അത്യാവശ്യം ഓണത്തിനെ പറ്റിയിട്ട് അറിയാം. പക്ഷെ ഞങ്ങളെ കുട്ടികൾ, ഞങ്ങളെ നെക്സ്റ്റ് ജനറേഷന് അവർക്ക് ഇതിനെ പറ്റിയിട്ട് ഒരു ധാരണ ഇല്ലാണ്ടാണ് അവർ വളർന്നു വരുന്നത്. അപ്പോൾ അത് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം അപ്പാർട്ട്മെന്റ്സിലാണെങ്കിൽ കൂടുതലായിട്ട് ഓണാഘോഷം, എനിക്കൊന്നും ചിലപ്പോൾ നാട്ടിനേക്കാളും ഭംഗിയായിട്ട് ഓണാഘോഷം നടത്തുന്നത് മറുനാട്ടിലായിരിക്കും ഇപ്പോൾ ഉണ്ടാകുക. തിരുതാളി ഭരിക്കണം, തിരുവാതിര നോൽക്കണം, തിരുവോണ തകിലടി മേളം ഇനിയും വേണം. തിരുതാളി ഭരിക്കണം, തിരുവാതിര നോൽക്കണം, തിരുവോണ തകിലടി മേളം ഇനിയും വേണം. തകതി വിടേ സമീർ പി മുഹമ്മദ്, മനോരമ ന്യൂസ്, ബംഗളൂരു.